കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല ശ്രമിക്കുന്നത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടെ മുന്നോട്ട് നീങ്ങണം. നവകേരളം സൃഷ്ടിക്കാൻ കേരളീയരെല്ലാം ഒറ്റ മനസ്സോടെ അണിനിരത്താൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് സംസ്ഥാന ബജറ്റ് അവതരണം ആരംഭിച്ച ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ദക്ഷിണേന്ത്യയുടെ വ്യാപാര ഭൂപടത്തെ മാറ്റിമറിക്കുമെന്ന് കരുതുന്ന വിഴിഞ്ഞം തുറമുഖം മെയ്യിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും പറഞ്ഞു. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കുറഞ്ഞത് 2 പതിറ്റാണ്ടിന്റെയെങ്കിലും കാലതാമസമുണ്ടായി. ഇനി സമയനഷ്ടം സംഭവിക്കരുതെന്ന ദൃഢനിശ്ചയത്തോടെയാണ് സർക്കാർ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തെ കേരളീയത്തിന് 10 കോടി രൂപ നീക്കിവെക്കുന്നെന്ന് പറഞ്ഞ ധനമന്ത്രി കേരളീയം പരിപാടിയിലൂടെ നാടിന്റെ നന്മകളെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികളെക്കുറിച്ചും കേരളീയം ചർച്ച ചെയ്യും. ഇതിനിടെ സർക്കാർ ദൂർത്ത് നടത്തുന്നെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്ന് ധനമന്ത്രി പറഞ്ഞു. മന്ത്രിമാരുടെ ചെലവടക്കമുള്ള കാര്യങ്ങളിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ലെന്നും മന്ത്രിമാരുടെ ചെലവ്, വിദേശയാത്ര തുടങ്ങിയ കാര്യങ്ങൾ UDF ഭരണകാലവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ താരതമ്യം ചെയ്ത് പരിശോധിക്കാൻ തയ്യാറാണെന്നും ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിക്കായി 50 കോടി രൂപ വകയിരുത്തി. 2025 നവംബറോടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് പണം നീക്കിവെക്കുന്നത്. ഗ്രാമവികസനത്തിന് 1868.32 കോടി രൂപയും സാക്ഷരതാ പരിപാടിക്ക് 20 കോടിയും അനുവദിച്ചു. തീരശോഷമുള്ള മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാനുള്ള പുനർഗേഹം പദ്ധതിക്ക് 40 കോടി അനുവദിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള അപകട ഇൻഷുറൻസിന് 11 കോടിയും പൊഴിയൂരിൽ ചെറു മത്സ്യബന്ധന തുറമുഖത്തിന് 5 കോടി രൂപയും വകയിരുത്തി. ഉൾനാടൻ മത്സ്യബന്ധനത്തിന് 80 കോടിയും മത്സ്യഫെഡിന് 3 കോടി രൂപയും നീക്കിവെച്ചു. നീണ്ടകര വല ഫാക്ടറിക്ക് 5 കോടിയാണ് അനുവദിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് 10 കോടിയും തീരദേശ വികസനത്തിന് 10 കോടി രൂപയും വകയിരുത്തി. കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടി മാറ്റിവെച്ചു. ക്ഷീരവികസനത്തിന് 150.25 കോടി വകയിരുത്തി. മൃഗപരിപാലനത്തിന് 535.9 കോടിയും വിഷരഹിത പച്ചക്കറിക്ക് 78 കോടിയും സുഗന്ധവ്യഞ്ജന കൃഷിക്ക് 4.6 കോടിയും ഉൾനാടൻ മത്സ്യബന്ധനത്തിന് 80 കോടിയും വകയിരുത്തി. കാർഷിക മേഖലയ്ക്ക് 1698 കോടിയാണ് വകയിരുത്തിയത്. ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കും. നാളികേര വികസനത്തിന് 65 കോടി, 93.6 കോടി രൂപ നെല്ല് ഉൽപാദനത്തിന് വകയിരുത്തി. വിളകളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ 2 കോടി, കുട്ടനാട് പെട്ടിയും പറയും സ്ഥാപിക്കാൻ 36 കോടിയും നീക്കിവെച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിന് 500 കോടി നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു. ബജറ്റിൽ റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച ധനമന്ത്രി റബ്ബറിന്റെ താങ്ങുവിലയിൽ 10 രൂപയുടെ വർധനമാണ് വരുത്തിയത്. താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും പിന്തുണയുണ്ടായില്ലെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ച വനസൗഹൃദ സദസ്സിലൂടെ ലഭിച്ച 4797 പരാതികളിൽ 4311 എണ്ണം പരിഹരിച്ചെന്ന് ധനമന്ത്രി അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകിയെന്നും പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ പ്രഖ്യാപിച്ച മേഖലകളിൽ നിന്ന് വാസയോഗ്യമായ സ്ഥലങ്ങളെ ഒഴിവാക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കാൻ കഴിഞ്ഞെന്നും മന്ത്രി അറിയിച്ചു. നവകേരളം പദ്ധതിയുടെ കീഴിൽ 93.6 കോടി രൂപ നൽകി പട്ടികവർഗക്കാരല്ലാത്ത 780 കുടുംബങ്ങളെ വനമേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചെന്നും സിൽവർ ലൈൻ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ അനുമതി വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലൈഫ് ഭവന പദ്ധതിക്കായി 1132 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. 2025 മാർച്ച് 31-നകം പദ്ധതി പ്രകാരം വീട് ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 5 ലക്ഷത്തിൽ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അടുത്ത 2 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. അതേസമയം കുടുംബശ്രീക്ക് 265 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. 10.5 കോടി തൊഴിൽ ദിനങ്ങൾ ഈ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൽകും. 430 കോടി രൂപയുടെ ഉപജീവന പദ്ധതികൾ കുടുംബശ്രീയിലൂടെ നടപ്പാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കും. കേരള ഡിജിറ്റൽ സർവകലാശാലയിൽ 250 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തും. ടൂറിസം മേഖലയ്ക്ക് 5000 കോടി നീക്കിവെക്കും. വൈദ്യുതി നിരക്ക് കൂടും. മോട്ടോർ വാഹന നിരക്കുകൾ പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇതോടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 1600 രൂപയായി തുടരും. പെൻഷൻ കുടിശ്ശിക കൃത്യമായി കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. മദ്യത്തിന് വില കൂട്ടുമെന്നും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കൂട്ടുമെന്നും ഗാലനേജ് ഫീസ് ഇനത്തിൽ 200 കോടി രൂപ സമാഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതെയും സ്വകാര്യ മേഖലയെ സ്വാഗതം ചെയ്യുന്നതുമായ സംസ്ഥാന ബജറ്റിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും സംസ്ഥാനത്തെ തകർക്കാനാവില്ലെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു.